ഹായ് ഹലോ എവറി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്ന് നമുക്കൊരു വെജ് പുലാവിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. നമുക്ക് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് ആയിട്ട് പിള്ളേർക്ക് കൊടുത്തു വിടാനോ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ബിരിയാണി പോട്ടിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ കാണും. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് കാഷ്നട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കിസ്മിസും കൂടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും വെജിറ്റബിൾസ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും പിന്നെ കുറച്ച് ബ്രോക്കലിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഹോൾ സ്പൈസസ് എടുക്കാം. അതിനുവേണ്ടി ഒരു 3-4 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്, 8 ഏലക്ക എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ 3-4 ജാവിത്രി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 8-9 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3 തക്കോലും, പിന്നെ ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ സിന്നമൺ സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പെപ്പറും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഈ സ്പൈസസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലൊരു മണം വരുന്നതിന് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഇനി 2 സവാള ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒരു 4 പച്ചമുളകും കൂടെ കീറിയതിട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇവിടെ ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 8.5 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ വെള്ളം ചൂടായി വരുമ്പോഴേക്കും 1 കപ്പ് അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു 6-7 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തിട്ടൊന്ന് ഇളക്കി സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ ഞാനൊരു 4 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കോക്കനട്ട് മിൽക്ക് മിക്സ്ചർ മാറ്റി വെച്ചത് അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് മിൻറ്റ് ലീവ്സും 1/4 കപ്പ് കൊറിയാണ്ടർ ലീവ്സും ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണേൽ നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഇച്ചിരി ഒന്ന് മുമ്പോട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ റൈസിലേക്കൊക്കെ പരുവായിട്ട് ചേർന്ന് കിട്ടത്തുള്ളൂ. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും റോസ്റ്റഡ് നട്ട്സും പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ അരിയൊക്കെ അങ്ങ് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കുമ്പോഴും ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അളവ് സ്മോൾ ഫാമിലീസിനൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ പകുതി ആക്കിയാൽ മതിയാവും. എൻ്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് പുലാവാണ്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്